ലോകകപ്പ് ഫൈനൽ മത്സരത്തിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിഗത പുരസ്കാരങ്ങളിലൊന്നായ ഗോൾഡൻ ബൂട്ട് ആരുടെ കൈകളിലേക്ക് എത്തുമെന്ന ചർച്ചകൾ സജീവമാണ്. ഒരു വശത്ത് കിരീടങ്ങൾക്കപ്പുറം വ്യക്തിഗത റെക്കോർഡുകളിലേക്ക് കണ്ണറിയുന്ന ഫ്രഞ്ച് പടയാളി കിലിയൻ എംബാപ്പെ, മറുവശത്ത് തന്റെ മാന്ത്രിക പാസുകളിലൂടെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്ന അർജന്റീനയുടെ രാജകുമാരൻ ലിയോണൽ മെസ്സി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു ഗോൾഡൻ ബൂട്ട് വേട്ടയ്ക്ക് ഇപ്പോൾ ക്ലൈമാക്സ് കുറിക്കുകയാണ്. ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡിനെതിരെയും സെമിയിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെയും മെസ്സിയുടെ ബൂട്ടുകളിൽ നിന്ന് ഗോളുകളൊന്നും പിറന്നില്ല. എന്നാൽ അവിടെയാണ് കളി മാറിയത്. യഥാർത്ഥ നായകൻ ആരാണെന്ന് മെസ്സി തെളിയിച്ച നിമിഷങ്ങളായിരുന്നു അത്. സെമി ഫൈനൽ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിരയെ കീറി മുറിച്ചുകൊണ്ട് 2 കണ്ണഞ്ചിപ്പിക്കുന്ന അസിസ്റ്റുകളാണ് മെസ്സി നൽകിയത്. ഇതോടെ മെസ്സിയുടെ അസിസ്റ്റുകളുടെ എണ്ണം 4 ഉയർന്നു. നിലവിൽ മെസ്സിക്കും എംബാപ്പയ്ക്കും 8 ഗോളുകൾ വീതമാണുള്ളത്. എന്നാൽ ടൂർണമെന്റിന്റെ നിയമപ്രകാരം ഗോളുകളുടെ എണ്ണം തുല്യമായാൽ കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരത്തെയാണ് ഗോൾഡൻ ബൂട്ട് വിജയിയായി പ്രഖ്യാപിക്കുക. ഇംഗ്ലണ്ടുമായുള്ള പോരാട്ടത്തിന് മുമ്പ് എംബാപ്പയ്ക്ക് പിന്നിലായിരുന്ന മെസ്സി ഈ 2 അസിസ്റ്റുകളോടെ 8 ഗോളും 4 അസിസ്റ്റുകളുമായി പട്ടികയിൽ ഒന്നാമതെത്തി. പലർക്കും സംശയമുണ്ടാകാം, എന്താണ് ഈ അസിസ്റ്റ് നിയമമെന്ന്. ഗോൾഡൻ ബൂട്ട് ജേതാവിനെ തിരഞ്ഞെടുക്കാൻ ഫിഫ കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം ഗോൾഡൻ ബൂട്ട് ജേതാവാകും. എന്നാൽ 2 കളിക്കാർ തുല്യ എണ്ണം ഗോളുകൾ നേടിയാൽ അതിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ ആൾക്ക് പുരസ്കാരം ലഭിക്കും. ഗോളിലേക്ക് വഴി തുറന്ന പാസുകൾ നൽകുന്നതിനെയാണ് അസിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗോളും അസിസ്റ്റന്റും ഒരുപോലെയാണെങ്കിൽ മൈതാനത്ത് ഏറ്റവും കുറവ് സമയം കളിച്ച താരം വിജയിയാകും. നിലവിൽ മെസ്സിക്ക് 4 അസിസ്റ്റുകൾ ഉള്ളപ്പോൾ എംബാപ്പയ്ക്ക് 3 അസിസ്റ്റുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ ഗോൾഡൻ ബൂട്ട് മെസ്സിയുടെ കൈകളിൽ ഭദ്രമാണ് എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? എന്നാൽ പോരാട്ടം അവിടെ തീരുന്നില്ല. കിലിയൻ എംബാപ്പയ്ക്ക് മുന്നിൽ ഇനിയും ഒരു സുവർണ അവസരമുണ്ട്. നടക്കാനിരിക്കുന്ന 3ാം സ്ഥാനക്കാർക്കായുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് നേരിടുന്നത് ഇംഗ്ലണ്ടിനെയാണ്. ഈ മത്സരത്തിൽ ഒരു ഗോളോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റോ നേടിയാൽ എംബാപ്പയ്ക്ക് വീണ്ടും 1ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താം. എന്നാൽ 20-ാം തീയതി പുലർച്ചെ 12:30 നടക്കുന്ന ഫൈനലിൽ സ്പെയിനെ നേരിടാൻ അർജന്റീനയുടെ നായകനായി മെസ്സി ഇറങ്ങും. മുൻപ് 2014-ലും 2022-ലും ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ലോകകപ്പിൽ കരിയറിൽ ഇതുവരെ ഒരു ഗോൾ ബൂട്ട് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 2022 ലോകകപ്പിൽ ഫൈനലിലെ എംബാപ്പയുടെ ഹാട്രിക്കിലൂടെയാണ് മെസ്സിക്ക് ആ പുരസ്കാരം നഷ്ടമായത്. അതിന്റെ മധുര പ്രതികാരം കൂടിയാകും ഈ മത്സരത്തിലൂടെ മെസ്സി ലക്ഷ്യമിടുന്നത്. ഗോൾഡൻ ബൂട്ട് റേസിലെ ഈ കുതിപ്പോടെ ഫിഫ പവർ റാങ്കിങ്ങിലും വൻ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇംഗ്ലീഷ് യുവതാരം ജൂഡ് ബെല്ലിഹാമിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ലിയോണൽ മെസ്സി 2ാം സ്ഥാനത്തേക്ക് കയറി. നിലവിൽ എംബാപ്പെ മാത്രമാണ് നേരിയ വ്യത്യാസത്തിൽ മെസ്സിക്ക് മുന്നിൽ ഒന്നാമതായുള്ളത്. അതേസമയം ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനോട് തോറ്റു പുറത്തായ നോർവേയുടെ എർലിംഗ് ഹാലൻഡ് 7 ഗോളുകളുമായി 3ാമതുണ്ട്. ഇംഗ്ലണ്ട് താരങ്ങളായ ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും 6 ഗോളുകളുമായി തൊട്ടു പിന്നിലുണ്ട്. 2022 ബ്രസീലിന്റെ റൊണാൾഡോയും 2006 ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയും 2010 ജർമ്മനിയുടെ തോമസ് മുള്ളറും 2014 കൊളംബിയയുടെ ഹാമിഷ് റോഡ്രിഗസും 2018 ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്നും 2022 ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയുമാണ് ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയിരിക്കുന്നത്. ലോകകപ്പ് ചരിത്രത്തിലേക്ക് നടന്നു കയറാൻ മെസ്സിക്ക് സാധിക്കുമോ? അതോ ലൂസേഴ്സ് ഫൈനലിലൂടെ എംബാപ്പെ സിംഹാസനം തിരിച്ചു പിടിക്കുമോ? ലോകകപ്പ് ഫൈനൽ മത്സരത്തിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഗോൾഡൻ ബൂട്ട് ആര് സ്വന്തമാക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം.